ഐഫോണിനകത്ത് പുതിയ അപ്ഡേഷൻ വന്നാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബഗ്ഗുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വാട്സപ്പിൽ കുറേ പ്രശ്നം ഉണ്ടാവും, ഫോൺ കുറേ സ്ലോ ആവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീർക്കാവുന്ന വീഡിയോ കാണിക്കുന്നത്. നമ്മളെ ഫോണിൽ പുതിയൊരു അപ്ഡേഷൻ വന്നാൽ നമ്മളെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് 3 ടൂൾസ് അല്ലെങ്കിൽ ഐടൂൺസ് ഈ 2 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫോണിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ബഗ്ഗുകൾ ഉണ്ടാവാറ്. പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ വാട്സപ്പ് ചിലപ്പോൾ ഓപ്പൺ ചെയ്താൽ ബാക്കിലേക്ക് ഓട്ടോമാറ്റിക് വരും, സെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാവാറ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്നാൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് നേരെ താഴോട്ട് വന്നാൽ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് കാണിക്കുന്നുണ്ട്, നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്യുക. നമ്മൾ താഴത്ത് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന് റീസെറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, ഒന്ന് താഴെ എറേസ് ആൾ കണ്ടന്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ടച്ച് ചെയ്യേണ്ടത് മുകളിൽ റീസെറ്റ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും താഴത്ത് നിങ്ങൾ ചെയ്യരുത്. താഴത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെല്ലാം ഡിലീറ്റ് ആവും. നിങ്ങൾ മുകളിൽ റീസെറ്റ് സെലക്ട് ചെയ്യുക, പിന്നെ കാണിക്കും റീസെറ്റ് ആൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ. ആ റീസെറ്റ് ആൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ നമ്മൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചു കൊടുത്താൽ ഫോൺ റീസെറ്റ് വീണ്ടും ചോദിക്കും. റീസെറ്റ് അടിച്ചാൽ ഫോൺ ഓഫായിട്ട് റീസെറ്റായിട്ട് ഓണായി വരുന്നതാണ്. പക്ഷേ നമ്മളൊന്നും ഡിലീറ്റ് ആവില്ല. നമ്മളെ ഫേസ് ഐ ഡി അതുപോലെ നമ്മൾ പാസ്കോഡ് ഇത് രണ്ടും നമ്മൾ ആദ്യം സെറ്റാക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ബാങ്കിൻ്റെ വാലറ്റിലൊക്കെ നമ്മൾ ബാങ്ക് കാർഡ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അതും ആദ്യം സെറ്റാക്കി കൊടുക്കേണ്ടി വരും. ഇത് ചെയ്താൽ നമ്മൾ ഫോണിനകത്തുള്ള ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ശരിയാവുന്നതാണ്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ അപ്ഡേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിനകത്ത് 3 ടൂൾസ് അതല്ലെങ്കിൽ ഐടൂൺസ് ഇതിലേതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ശരിയാവുന്നതാണ്.